ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ തടുത്തു നിർത്താൻ നിനക്ക് മാത്രമേ കഴിയൂ. കാരണം ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പോലും നിന്റെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാണ്. യെസ്, നിഷാദ് സെയ്സ് യെസ്. ഇനി വരുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 അപ്പോൾ 1947 കൃത്യം 100 വർഷം മുമ്പ്, അതായത് 1947 100 വർഷം മുമ്പ് 1847 മലയാളത്തിലെ ആദ്യത്തെ പത്രം ഇറങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. ഹെർമൻ ഗുണ്ടറ്റ് എന്ന ഇംഗ്ലീഷുകാരനാണ് തലശ്ശേരിയിൽ നിന്നും ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ പത്രം രാജ്യസമാചാരം. ഹെർമൻ ഗുണ്ടറ്റ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നും. ആദ്യത്തെ പത്രം 1847 രാജ്യസമാചാരം, പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടറ്റ്, തലശ്ശേരി. അതേ വർഷം തന്നെ എഫ് മുള്ളർ എന്ന് പറയുന്ന ആള്, അയാൾ ഇംഗ്ലീഷുകാരൻ തന്നെയാണ്, പശ്ചിമോദയം എന്ന പേരിൽ തലശ്ശേരിയിൽ നിന്ന് തന്നെ വീണ്ടും പത്രം പ്രസിദ്ധീകരിച്ചു. അതായത് 1847 തന്നെ രണ്ടാമത്തെ പത്രവും തലശ്ശേരിയിൽ നിന്ന് തന്നെ എഫ് മുള്ളർ എന്ന് പറയുന്ന ആൾ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പേരാണ് പശ്ചിമോദയം. മൂന്നാമത്തെ പത്രമാണ് ജ്ഞാന നിക്ഷേപം. ഇത് പലപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇതാണ്. ആർച്ച് ഡീക്കൻ കോശി അല്ലെങ്കിൽ AD കോശി കോട്ടയത്ത് നിന്നും 1848, അതായത് 1847 കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ, തലശ്ശേരിയിൽ പ്രസിദ്ധീകരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് നിന്നും ഒരു കോശിച്ചായ ആര് AD കോശി, ആർച്ച് ഡീക്കൻസ് കോശി ജ്ഞാന നിക്ഷേപം എന്നുള്ള പത്രം ഇറക്കി. അപ്പോൾ ജ്ഞാന നിക്ഷേപം മൂന്നാമത്തെ പത്രമാണ്. 1848 വർഷം. ആർച്ച് ഡീക്കൻ അല്ലെങ്കിൽ AD കോശിയാണ്. സ്ഥലം കോട്ടയം. 1862 അടുത്തത് പശ്ചിമ താരക. പശ്ചിമ താരക കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്, കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ പത്രമാണ്, ആദ്യത്തെ മലയാള പത്രമാണ് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ്, കൊച്ചി. പശ്ചിമ താരക 1862 പശ്ചിമ താരക പ്രസിദ്ധീകരിക്കുന്നത്. 1867 സന്ദിഷ്ടവാദി എന്ന പത്രം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സന്ദിഷ്ടവാദി എന്ന പത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പത്രമാണ് ഭരണാധികാരികൾ ആദ്യമായിട്ട് നിരോധിച്ച പത്രം. തിരുവിതാംകൂർ ഭരണാധികാരി ആദ്യമായി നിരോധിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. കാരണം അവിടുത്തെ ഭരണാധികാരികളെ എതിർത്തും അവരുടെ കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചും പത്രങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അവർ നിരോധിച്ച പത്രം. ആദ്യത്തെ രക്തസാക്ഷി പത്രം എന്ന് പറയുന്നത് W.H. മൂർ പ്രസിദ്ധീകരിച്ച, കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച സന്ദിഷ്ടവാദി എന്ന് പറയുന്ന പത്രമാണ്. 1867 പിന്നീട് 1881 ഈ വർഗീസ് മാപ്പിള എന്ന് പറയുന്ന ആള്, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്ന് പറയുന്ന ആള് തന്നെയാണ് മലയാള മനോരമയുടെ പ്രസിദ്ധീകരിച്ച ആള്. 1881 പുള്ളി ആദ്യം കേരളമിത്രം എന്ന് പറയുന്നൊരു പത്രമാണ് പ്രസിദ്ധീകരിച്ചത്. കേരളമിത്രം ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ അനുമതി കിട്ടിയതിന് ശേഷമാണ് വീണ്ടും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. അത് വർഗീസ് മാപ്പിളായിരുന്നു അതിൻ്റെ എഡിറ്റർ. കൊച്ചിയിൽ നിന്നാണ് അതും പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ 1881 കേരളമിത്രം, കണ്ടത്തിൽ വർഗീസ് മാപ്പിളാണ് എഡിറ്റർ. കേരളമിത്രം മറന്നുപോയത് പേര്. വർഷം 1881. കണ്ടത്തിൽ വർഗീസ് മാപ്പിള എഡിറ്റർ. സ്ഥലം കൊച്ചി. 1884 കേരള ദീപിക. 1884 കേരള ദീപിക. കേരളമിത്രം കഴിഞ്ഞാൽ പിന്നെ കേരള ദീപിക. 81 കഴിഞ്ഞാൽ പിന്നെ 84, 3 വർഷം കഴിഞ്ഞിട്ടാണ് ചെങ്കളത്ത് കുഞ്ഞിരാമൻ മേനോൻ കോഴിക്കോട് നിന്ന്, കൊച്ചി കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് നിന്നായി. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പത്രങ്ങൾ ഇങ്ങനെ ഇറങ്ങി തുടങ്ങണം. അതിൻ്റെ ഒരു റീച്ച് ആളുകളിലോട്ട് എത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. 84 കേരള ദീപിക ചെങ്കളത്ത് കുഞ്ഞിരാമൻ മേനോൻ കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചു. 1886 മലയാളി എന്ന് പറഞ്ഞ പത്രം, മലയാളി 1886 മലയാളി പ്രസിദ്ധീകരിച്ചു. രാമൻപിള്ള ആശാനാണ് പ്രസിദ്ധീകരിച്ചത്. സ്ഥലം പേട്ട. 1887 ദീപിക. ദീപിക എന്നുള്ളത് ഇപ്പോൾ ഉള്ള പത്രമാണ്. ദീപിക ഏത് വർഷമാണ്? 1887 ദീപിക. സി കുര്യനാണ് അതിനെ പ്രസിദ്ധീകരിച്ചത്. കോട്ടയമാണ് സ്ഥലം. കോട്ടയത്ത് നിന്ന് സി കുര്യൻ പ്രസിദ്ധീകരിച്ച പത്രമാണ് ദീപിക. ഈ ദീപികയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ 1887 ഈ ദീപിക പത്രം ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പേര് ദീപിക എന്നല്ല, നസ്രാണി ദീപിക എന്നാണ്. നസ്രാണി ദീപിക എന്നായിരുന്നു സി കുര്യൻ ഈ പത്രം കോട്ടയത്ത് പ്രസിദ്ധീകരണം തുടങ്ങുന്ന സമയത്ത് എൻ്റെ പേര്. 1932 ഈ നസ്രാണി എന്നുള്ളത് മാറ്റി ദീപിക എന്ന് മാത്രമായത്. പേപ്പർ ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വരുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള പത്രം തന്നെയാണ്.
അത് 1887, അതായത് 87 ദീപിക, 888 1888 ഈ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു. നേരത്തെ കേരളമിത്രം കൊച്ചി എന്ന് പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പോൾ കോട്ടയത്ത് നിന്നും മലയാള മനോരമ 1888 പ്രസിദ്ധീകരണം ആരംഭിച്ചു. മലയാള മനോരമയാണ് ഇപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും അധികം പ്രചാരമുള്ള ഒന്നാമത്തെ പത്രം. പിന്നെ 1905 സ്വദേശാഭിമാനി CP ഗോവിന്ദപിള്ള തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. സ്വദേശാഭിമാനി ഇതുപോലെ വളരെ പ്രശ്നം, ഒരുപാട് തവണ അവർ നിരോധിച്ചു. ലാസ്റ്റ് അതിൻ്റെ എഡിറ്റർ നാടുകടത്തേക്ക് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നാടുകടത്തേക്ക് ചെയ്തതാണ്. ഭയങ്കര ഒരുപാട് ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെന്നൊരു പത്രമാണ് സ്വദേശാഭിമാനി എന്നുള്ളത്. അത് 1905 പിന്നെ കേരള കൗമുദിയാണ്, അതിപ്പോഴും ഉണ്ട് ആ പത്രം. കേരള കൗമുദി 1911 ആരംഭിച്ചത്. മൂലൂർ പത്മനാഭ പണിക്കരാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് മൂലൂർ പത്മനാഭ പണിക്കർ കേരള കൗമുദി 1911 പ്രസിദ്ധീകരിച്ചത്. 1923 മാതൃഭൂമി തുടങ്ങി. KP കേശവമേനോനാണ് കോഴിക്കോട് നിന്ന്, എല്ലാവർക്കും അറിയേണ്ടതാണ്, ഓർത്തു വെക്കുക, മറന്നുപോകരുത്. KP കേശവമേനോൻ, മാതൃഭൂമി KP കേശവമേനോൻ. 1923 വർഷം. 1923 KP കേശവമേനോൻ കോഴിക്കോടായിരുന്നു പത്രം ആരംഭിച്ചത്. ആ 23 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 24 അൽ-അമീൻ, അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് നിന്ന് തന്നെ അൽ-അമീൻ എന്നുള്ള പത്രം ആരംഭിച്ചു. പിന്നെ 1942 ദേശാഭിമാനി CPM-ന്റെ മുഖപത്രമാണ് ഇപ്പോൾ ദേശാഭിമാനി. MS ദേവദാസ് കൊച്ചിയിൽ നിന്നും ആരംഭിച്ചു. ദേശാഭിമാനി 1942 ആരംഭിച്ചത്. MS ദേവദാസ് ആയിരുന്നു അതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കൊച്ചിയാണ് സ്ഥലം. 1947 ജനയുഗ ആരംഭിച്ചു. P ഗോപിനാഥൻ നായർ ആണ് അതിൻ്റെ പ്രസിദ്ധീകരണം. തിരുവനന്തപുരമാണ് സ്ഥലം. 1947 ജനയുഗം, N ഗോപിനാഥൻ നായർ, തിരുവനന്തപുരം. ജനയുഗം ഏത് വർഷമാണ്? 1947. അതുപോലെ ജന്മഭൂമി എന്ന് പറയുന്നത് BJP-യുടെ ഔദ്യോഗിക പത്രമാണ് ജന്മഭൂമി. 1977 ജന്മഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. MP മന്മഥൻ ആണ് അതിൻ്റെ പ്രസിദ്ധീകരിച്ച ആൾ. കൊച്ചിയിൽ നിന്നാണ് ആരംഭിച്ചത്. ജന്മഭൂമി BJP-യുടെ മുഖപത്രമാണ്. 1977 ആരംഭിച്ചതാണ്. MP മന്മഥനാണ് അതിൻ്റെ പ്രസിദ്ധീകരിച്ച ആൾ, എഡിറ്റർ. അതുപോലെ കൊച്ചിയിൽ നിന്നാണ് ആരംഭിച്ചത്. 1987 മാധ്യമം PK ബാലകൃഷ്ണൻ കോഴിക്കോട് നിന്ന് ആരംഭിച്ചതാണ് മാധ്യമവും ജന്മഭൂമി, ജനയുഗം, ദേശാഭിമാനി, മാതൃഭൂമി, കേരള കൗമുദി, ദീപിക, മലയാള മനോരമ, ഇതെല്ലാം ഇപ്പോഴുള്ള പത്രങ്ങൾ തന്നെയാണ്. മാധ്യമം PK ബാലകൃഷ്ണൻ 1987 കോഴിക്കോട്. അപ്പോൾ ഇത് ആദ്യം ആ വർഷത്തിൻ്റെ ഓർഡറുകൾ പരമാവധി ഓർത്തിരിക്കാൻ നോക്കുക. എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വർഷത്തിൻ്റെ ഓർഡറുകൾ പരമാവധി ഓർത്തിരിക്കാൻ നോക്കുക. ഇപ്പോൾ 1847 അത് ഓർക്കാൻ എന്താ എളുപ്പ വഴി? 1947 സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ പത്രം തുടങ്ങിയത്, പത്രസ്വാതന്ത്ര്യം എന്നൊന്നുമല്ല, പക്ഷേ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പത്രസ്വാതന്ത്ര്യം തുടങ്ങിയത് 1847, 100 കൊല്ലം മുമ്പേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 കൊല്ലം മുമ്പേ പത്രസ്വാതന്ത്ര്യം തുടങ്ങി. അത് രാജ്യസമാചാരമാണ് ആദ്യത്തെ പത്രം. ഹെർമൻ ഗുണ്ടട്ട് അവന്മാർ ബ്രിട്ടീഷുകാരോടൊക്കെ വഴക്കിട്ട്, ഇംഗ്ലീഷുകാരോട് വഴക്കിട്ട് വന്നിട്ട് തുടങ്ങിയ പത്രമാണ് രാജ്യസമാചാരം. അതേപോലെ ജ്ഞാനനിക്ഷേപം AD കോശി. പിന്നെ സന്തിഷ്ടവാദി ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ നിരോധിച്ച പത്രമാണ്. കോട്ടയത്ത് നിന്നാണ് അത് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ പിന്നെ മലയാളി 1886 1887 ദീപികയുടെ പേര് നസ്രാണി ദീപിക എന്നാണ്. C കുര്യൻ ആണ് അതിൻ്റെ പ്രസിദ്ധീകരിച്ചത്. കോട്ടയമാണ് സ്ഥലം. പിന്നെ മലയാള മനോരമ 1888 മലയാള മനോരമ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കോട്ടയമാണ് സ്ഥലം. കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യത്തെ പത്രം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? പീക്കിംഗ് ഗസറ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. ഇത്രയും മറന്നുപോയത്. ഇത്തവണ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത തവണ കുറച്ചും കൂടി പ്രാധാന്യമുള്ള കാര്യങ്ങളുമായി ഞാൻ വരാം. 1 മാർക്ക് ഉറപ്പിക്കാം.